കോഴിക്കോട് പാളയത്ത് കൊല്ലപ്പെട്ട ബിജുവിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നു. ബിജുവിന്റെ ശരീരത്തിൽ 45 മുറിവുകൾ, കഴുത്തിൽ മാത്രം 16 തവണ കുത്തേറ്റതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ. ടി നന്ദഗോപാൽ വിവരങ്ങൾ നൽകും. നന്ദഗോപാൽ, ഇതിപ്പോൾ ഒരു ക്രൂരമായ കൊലപാതകമാണ് എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്ന തെളിവുകൾ തന്നെയല്ലേ? പാളയത്ത് നടന്നത് അരും കൊല തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതുമായി ബന്ധപ്പെട്ട പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ ഇത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ബിജുവിന്റെ ശരീരത്തിൽ 45 മുറിവുകളാണ് കണ്ടെത്തിയിട്ടുള്ളത്. കഴുത്തിൽ തന്നെ 18 സ്ഥലത്ത് കുത്തേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും വലിയ കൊലപാതകം അവിടെ സംഭവിച്ചിരിക്കുന്നു. ഇതിന് പിന്നിൽ ആരാണ് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഊർജിതമായ അന്വേഷണത്തിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്. സമീപത്തൊക്കെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ ഈ ബിജു ലഹരി മാഫിയ സംഘങ്ങൾക്കെതിരെയൊക്കെ ശക്തമായി പ്രതികരിച്ചിരുന്നു. പോലീസിനുൾപ്പെടെ ഇവർക്കെതിരെ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ വൈരാഗ്യമായിരിക്കാം ഇങ്ങനെ ഒരു കൊലപാതകത്തിൽ കലാശിച്ചത് എന്ന് കുടുംബം ഇപ്പോഴും ശക്തമായി തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഈ സാധ്യത പോലീസ് തള്ളിക്കളയുന്നില്ല. പോലീസ് ആ വഴിയും അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും നഗരത്തിന് നടുക്കാണ് ഈ ഒരു കൊലപാതകം നടന്നിട്ടുള്ളത്. സമീപത്തേക്ക് ബിജുവിന്റെ വീട്ടിലേക്ക് വരുന്ന വഴിയിലൊക്കെ CCTVകളും ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം ദൃശ്യം സ്വീകരിച്ചുകൊണ്ട് ഉടൻ ആളെ പിടികൂടാൻ സാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. ശരി, ടി നന്ദഗോപാലാണ് വിവരം.